ഒരു ആഡ് ബ്ലോക്കർ എങ്ങനെ ഒരു പർട്ടിക്കുലർ സൈറ്റിന് വേണ്ടി ഡിസേബിൾ ചെയ്യാമെന്നുള്ളതാണ്. ചില അഡ്വർടൈസ്മെൻറ്റ്സ് യൂസേഴ്സിൻ്റെ വ്യൂസിനെ വളരെയധികം ബ്ലോക്ക് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. പർട്ടിക്കുലർലി മൂവി സൈറ്റ്സ്, അൺവാണ്ടഡ് ലിങ്ക്സ്, ടോറൻറ്റ് സൈറ്റ്സ്. അവരെല്ലാം ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്ന് കിട്ടുന്ന ലിങ്ക്സും അവർ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വൈറസ് സൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിൽ എന്താണെങ്കിലും ആഡ് ബ്ലോക്കർ യൂസ്ഫുള്ളാണ്. പക്ഷെ ഇതുകൊണ്ട് അഫക്റ്റ് ആകുന്നത് ഗുഡ് കണ്ടന്റ് പ്രൊവൈഡിങ് സൈറ്റ്സ് ആണ്. ഒരു യൂസേഴ്സിന് യൂസ്ഫുള്ളായ ഒരു വെബ്സൈറ്റ് അത്യാവശ്യം ഹിറ്റുള്ള ഒരു സൈറ്റ് റൺ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നല്ല കോസ്റ്റാവും. സെർവർ ഹോസ്റ്റിംഗ്, വെബ്സൈറ്റ് ഡൊമൈൻ ആൻഡ് അതർ എക്സ്പെൻസസ് അതവർക്ക് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള യൂസ്ഫുള്ളായ വെബ്സൈറ്റുകൾക്ക്, നല്ല ട്രാഫിക് ഉള്ളവർക്ക് ഗൂഗിൾ തുടങ്ങിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അഡ്വർടൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സൈറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ്. സൈറ്റ് വെരിഫിക്കേഷൻ, കണ്ടന്റ് എല്ലാം അവർ എസ്റ്റിമേറ്റ് ചെയ്ത് അവസാനമാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അത് യൂസർ ഫ്രണ്ട്ലിനെസ്സിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊടുക്കുമെന്ന് അവർ എഗ്രിമെന്റ് ചെയ്താണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ അവർ അത് അക്കൗണ്ട് ഡിസേബിൾ ചെയ്തോളെ. അപ്പോൾ യൂസേഴ്സിന് ഒരു തരത്തിലും ഇത് ബാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അത് വെബ് മാസ്റ്റേഴ്സിനെ എന്താണെങ്കിലും ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടെ പോസിറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ ഗുഡ് കണ്ടന്റ് അതിനുവേണ്ടി ഇടുന്ന എഫേർട്ടുകൾ കൂട്ടാൻ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലത്തെ കോപ്പി പേസ്റ്റ് കണ്ടന്റ്സ്, എല്ലോ കണ്ടന്റ്സ് എല്ലാവരും പ്രൊവൈഡ് ചെയ്തു. അത് ഒറിജിനൽ കണ്ടന്റ് അല്ല, ആരുടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതിനുവേണ്ടി എഫേർട്ട് ഇടണമെങ്കിൽ എന്താണെങ്കിലും എഫേർട്ട് ഇടുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് കിട്ടണം, ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ. അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ സൈറ്റിന് ഇപ്പോൾ ആഡ് ബ്ലോക്ക് പ്ലസ് ഡിസേബിൾഡ് ആണ്. ആഡ് ബ്ലോക്കർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇത് ഡിസേബിൾഡ് സ്റ്റേറ്റ് ആണ്, എനേബിൾ ചെയ്യാണ്. അപ്പം എനേബിൾഡ് സ്റ്റേറ്റ് ആണെങ്കിൽ റെഡ് മാർക്ക് ഹൈലൈറ്റഡ് ആയിരിക്കും. റെഡ് മാർക്ക് ഹൈലൈറ്റഡ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ സൈറ്റിൽ അഡ്വർടൈസ്മെന്റ്സ് ബ്ലോക്ക്ഡ് ആയിരിക്കും. റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ കാണാം ഈ അഡ്വർടൈസ്മെന്റിൽ 2 ആഡ്സ് ആണ് ഇപ്പം ഡിസ്പ്ലേ ആവുന്നത്. കൗണ്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ കാണിക്കുമ്പോൾ അൺബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഐക്കൺ കാണാം. അതിൽ നിന്ന് എനേബിൾഡ് എന്നുള്ള ഗ്രീൻ ടിക്ക് അൺടിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്ലസ് ഡിസേബിൾഡ് ഓൺ ദിസ് സൈറ്റ്, ഇറ്റ്സ് ഓൺലി ഫോർ ദിസ് പർട്ടിക്കുലർ വെബ്സൈറ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല എല്ലാ വെബ്സൈറ്റിനും ഇത് ഡിസേബിൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം യൂസേഴ്സ് ഡിസ്റ്റർബൻസ് നല്ലപോലെ ഉള്ള സൈറ്റുകൾ ഒത്തിരി ഉണ്ട്, അൺവാണ്ടഡ് ലിങ്ക്സും. ഓക്കെ, എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം ബ്രൗസർ റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് അത്ര ഡിസ്റ്റർബിങ് അഡ്വർടൈസ്മെന്റ് അല്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളത്. അതും സൈറ്റ് റിലേറ്റഡ് ആയിരിക്കും, കണ്ടന്റ് റിലേറ്റഡ്. ഇപ്പോൾ വെബ് ആണെങ്കിൽ വെബ് റിലേറ്റഡ് അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.